അവിട്ട നക്ഷത്രം കുംഭൻ രാശിയുടെ ഭാഗമായി വരുന്നതിനാൽ കുംഭൻ രാശിയെ സംബന്ധിച്ച് ശനി ഒരു യോഗകാരക ഗ്രഹമാണ്. ശനി 6ാം ഭാവത്തിൽ രോഗങ്ങളുടെയും എതിരാളികളുടെയും ഭാവമായി ശക്തമായി നിലകൊള്ളുന്നു. 6ാം ഭാവം ജോലിയുടെയും സേവനത്തിൻ്റെയും കാരകനായതുകൊണ്ട് ഈ ട്രാൻസിറ്റ് ജോലിയിലും ആരോഗ്യത്തിലും ഉന്നതിക്ക് കാരണമാകും. വ്യാഴം ഒക്ടോബർ 18 ശേഷം ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നത് 2025 പ്രധാന കോസ്മിക് മാറ്റങ്ങളിൽ ഒന്നാണ്. വ്യാഴം 6ാം ഭാവത്തിലെ ശനിയെ ദൃഷ്ടി ചെയ്യുന്നതിലൂടെ ശനിയുടെ ഫലങ്ങളെ കൂടുതൽ ശുഭകരമാക്കുന്നു. ഈ വ്യാഴ സ്വാധീനം കാരണം ഭാഗ്യം ശക്തിപ്പെടുകയും സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും വിദേശയാത്രാ അവസരങ്ങൾ കൂടാനും ഇടയുണ്ട്. ഈ മാസം വ്യക്തിബന്ധങ്ങൾ ശ്രദ്ധിക്കണം. ഒക്ടോബർ 9 വരെ 7ാം ഭാവത്തിലും അതിനുശേഷം 8ാം ഭാവത്തിൽ ബലഹീനനായ അവസ്ഥയിലുമായിരിക്കും ശുക്രൻ പ്രണയം, സൗന്ദര്യം, ധനം എന്നിവയുടെ കാരകനാണ്. ശുക്രന്റെ ഈ ക്ഷീണാവസ്ഥ പ്രണയബന്ധങ്ങളിൽ പരീക്ഷണങ്ങളിലും വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം സൂര്യനും ഈ മാസം ബലഹീനതയിൽ വരുന്നു. സൂര്യന്റെ ബലഹീനത വ്യക്തി ജീവിതത്തിൽ ഈഗോ പ്രശ്നങ്ങളിലേക്കും നേതൃപരമായ കഴിവുകളിൽ താൽക്കാലിക ക്ഷീണത്തിലേക്കും നയിക്കും.